ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ പഞ്ചാബ് FC-ക്കെതിരായ തോൽവിക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിലെ ആരാധകർക്ക് പുറമെ തന്നെ ബ്ലാസ്റ്റേഴ്സിലെ പ്ലേയേഴ്സിനിടയിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് പ്രശസ്ത മാധ്യമമായ മാക്സിമസ്. ഈ ഒരു റിപ്പോർട്ട് പങ്കുവച്ചിട്ടുള്ളത് ട്വിറ്ററിലൂടെയാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിലെ കുറച്ച് താരങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. മാക്സിമസ് ഏജന്റ് പുറത്തേക്ക് വിട്ട റിപ്പോർട്ട് ഇങ്ങനെയാണ്. ബ്രേക്കിംഗ് ന്യൂസ്: These are heating upon the Blasters. Some unexpected outgoings may happen within 48 hours. ഇനി നമുക്ക് മലയാളം ട്രാൻസ്ലേഷനിലേക്ക് ഒന്ന് കടക്കാം. അടുത്ത 48 മണിക്കൂർ കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകം തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തത് പോലെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ വരുന്ന 48 മണിക്കൂറിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ക്യാമ്പിൽ നടക്കാൻ സാധ്യതയുള്ളത്. കൂടാതെ ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ചില താരങ്ങൾ പടിയിറങ്ങാനും ചാൻസ് ഉണ്ട്. ഇപ്രകാരമാണ് മാക്സിമസ് ഏജന്റ് ട്വിറ്ററിൽ പങ്കുവെച്ച റിപ്പോർട്ടിലുള്ളത്. ഏതായാലും നിലവിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളൊന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. നമുക്കറിയാം, ഇന്നലത്തെ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാവരും കൂടി ബ്ലാസ്റ്റേഴ്സിലെ പ്ലേയേഴ്സിനോടും ബ്ലാസ്റ്റേഴ്സിലെ മുഖ്യ പരിശീലകനായ ഇവാൻ ഉക്കോമാനോവിച്ചിനോടും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ മേലുള്ള ബാഡ്ജിന് വേണ്ടി കളിക്കൂ, നിങ്ങൾക്ക് വേണ്ടി കളിക്കരുത് എന്നൊക്കെയായിരുന്നു. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇങ്ങനെ പറഞ്ഞത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിന്റെ മനസ്സിൽ അത്രയധികം തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് മാക്സിമസ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISL-നെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.